ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളീ കാണുന്ന വീട്ടിൽ ഒരു ചെറിയ വർക്കുണ്ട്. അതായത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണണം. ഇപ്പം ഈ സൈറ്റിൽ മഴ ഒന്നും പെയ്യാത്തതുകൊണ്ട് മിറ്റത്തൊക്കെ നല്ല ഫിനിഷിംഗായി കാണാൻ കഴിയും. അതുപോലെ നമ്മളിതാ ഈ വീടിൻ്റെ സൈഡിൽ കണ്ടില്ല ഒരു സ്ലേവ് മിറ്റത്ത്. അതെന്താ വെച്ചാൽ ഈ വീടിൻ്റെ മഴക്കുഴി കേട്ടോ. ആ മഴക്കുഴിൻ്റെ ചേർത്തിട്ട് തന്നെ ഒരു ഹാഫ് സ്ലേവൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിണറും നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ വീടിൻ്റെ ബാക്കിൽ ഒരു വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് തറ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇപ്പോൾ വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ വീട് നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാറൊക്കെ കറക്റ്റ് വെട്ടി ഷേപ്പാക്കിയിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ മഴക്കുഴി. ആ മഴക്കുഴിയിലേക്ക് കണ്ടോ 2 ഇഞ്ചിൻ്റെ പൈപ്പ് വരുന്നത്. അതുപോലെ മഴക്കുഴിൻ്റെ സ്ലേവ് എന്ന് പറഞ്ഞാൽ 3/4 സ്ലേവ് ഇതിലിട്ടിട്ടും അതുപോലെ ഒരു സ്ലേവ് പുറത്ത് ഒരു പീസ് പുറത്തിട്ടിട്ടാണ് നമ്മളിത് വാർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്ലേവ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇവിടെ ചെറിയൊരു വർക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലൊരു പൈപ്പ്, അതായത് 4 ഇഞ്ചിൻ്റെ പൈപ്പിൽ ഒരു ഓവർഫ്ലോ കൊടുക്കുന്നുണ്ട്. ഈ ഓവർഫ്ലോ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കുഴിൻ്റെ 4 അടി വീതിയും 6 അടി നീളവും 5 അടി താഴ്ചയിലാണ് ഈ മഴക്കുഴി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ മഴക്കുഴി നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല കടുത്ത പാറയാണ്. അപ്പം ഒരു 4 മണിക്കൂർ നിൽക്കാതെ മഴ പെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂർ വേണ്ട, നമ്മൾ ഇടവിട്ട് മഴ പെയ്താൽ പോലും ഈ റൂഫിലെ ഓടുന്നൊക്കെ വരുന്ന വെള്ളം പാത്തിന്ന് ഡയറക്റ്റ് ഈ 2 ഇഞ്ചിൻ്റെ പൈപ്പിലൂടെ വന്നിട്ട് ഈ കുഴി നിറയും. അപ്പം പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോവില്ല. അതുകൊണ്ട് നമുക്ക് നിർബന്ധമായിട്ട് ഇവിടെ ഒരു ഓവർഫ്ലോ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓവർഫ്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഈ ഓവർഫ്ലോക്ക് വേണ്ടിയിട്ട് 4 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവിടെ 4 ലെങ്ത്ത് പൈപ്പ്, അതായത് 20 മീറ്റർ, നമുക്ക് 17 മീറ്ററോളം ഈ നീളം വന്നിട്ടുണ്ട്. പുറത്തേക്ക് വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 17 മീറ്റർ 4 ഇഞ്ചിൻ്റെ പൈപ്പ് ചിലവായിട്ടുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനത്തെ ഈ വെള്ളം പാത്തിന്നൊക്കെ നല്ല കടുത്ത പാറുള്ള സ്ഥലത്ത് നമ്മൾ ലെങ്ത്തിൽ എത്ര കുഴിക്ക് വീതിയും വലിപ്പം ഉണ്ടായാലും ഈ പാത്തിന്ന് വരുന്ന വെള്ളം കാരണം പെട്ടെന്ന് കുഴി നിറയും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മിറ്റത്തേക്ക് വെള്ളം ഇങ്ങനെ ലീക്കാവും. മിറ്റത്ത് എപ്പോഴും കാണാം കുറച്ച് വെള്ളം നിൽക്കണം. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഡിസ്റ്റർബാണ്. അപ്പോൾ ഞങ്ങളിത് ആ വർക്ക് കഴിഞ്ഞിട്ട് സ്ലേവൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റാട്ടോ. അപ്പം പിന്നെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മിറ്റത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് കാണിച്ചാൽ കണ്ടില്ലേ, ഫുള്ളായിട്ട് മിറ്റത്ത് വെള്ളമാണ്. ഇങ്ങനെ വെള്ളം വരുന്നതുകൊണ്ട് തന്നെ മിറ്റത്ത് പെട്ടെന്ന് പുല്ല് പൊന്തും ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് എങ്ങോട്ട് നോക്കുകയാണെങ്കിലും കണ്ടോ ഒരു ഇൻ്റർലോക്ക് ഇരിക്കാൻ വരെ ഒരു ഡിസ്റ്റർബാണ്. കാരണം ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഈ വീടിൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഈ തറ വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള തറൻ്റെ സൈഡിലൊക്കെ ഫുള്ളായിട്ട്, അതായത് ഒരു 6 ഇഞ്ച് ഹൈറ്റിൽ വെള്ളം നിൽക്കുന്നതായിട്ട് നമുക്കവിടെ ഫുള്ളായിട്ട് കാണാൻ കഴിയും. അതുപോലെ ഈ വീടിൻ്റെ ബാക്കിൽ ഒരു പാറ കറക്റ്റ് ഷേപ്പാക്കി എടുത്ത പാറമെന്നൊക്കെ വെള്ളം നല്ല ഊറുമായിട്ട് വെള്ളം ഇവിടേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വെള്ളം ലീക്കുള്ള സ്ഥലമാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ല, ഈ കിണറിൻ്റെ മൂലയിൽ ഇതാ വെള്ളം പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ കിണർ എന്ന് പറഞ്ഞാൽ മിറ്റത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് സ്ലേവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബീമിന് വേണ്ടിയിട്ട് കുറച്ച് പാറ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ പാറൻ്റെ സൈഡിലൂടെയാണ് വെള്ളം മിറ്റത്തേക്ക് വരുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയും കിണറിൻ്റെ ഉള്ളിൽ ഒരു അടി ഹൈറ്റിലൊരു ബീം കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു അൾമാറിൻ്റെ കെട്ടിന് വേണ്ടിയിട്ട്. അപ്പം ഈ മിറ്റത്തെ ഹൈറ്റിനെക്കാട്ടിയും കിണറിൻ്റെ ഉള്ളിൽ വെള്ളം പൊന്തി കഴിഞ്ഞാൽ ആ വെള്ളം നേരെ എന്താ ചെയ്യണത്, മിറ്റത്തേക്ക് വരിക ചെയ്യണത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ കാണാൻ കഴിയണ്ടോ, ഫുള്ളിപ്പോൾ ആ ബീമിൻ്റെ പൗതിയിലാണ് ആ വെള്ളം നിൽക്കുന്നത്. അപ്പോൾ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ വെള്ളം ഇങ്ങനെ പരന്ന് കെടുക്കുക ചെയ്യുക. ഇപ്പം നമ്മൾ ആ മഴക്കുഴിൻ്റെ മുകൾ ഭാഗത്ത് വരെ വെള്ളം നിൽക്കുന്നുണ്ട്. കാരണം അവിടെയൊക്കെ ഒന്ന് മിറ്റം ലെവൽ ചെയ്യാത്തതിൻ്റെ മുമ്പ് എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മളെ വർക്ക് എന്താ വെച്ചാൽ നമ്മളിതാ ഒരു മെഷീന്, ഒരു പാറ പൊട്ടിക്കണ ഒരു ഐബെല്ലിൻ്റെ മെഷീന് വാടക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ദിവസത്തെ വാടക 400 ഉറുപ്പ്യ കേട്ടോ, 400 ഉറുപ്പ്യാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്താൽ മാത്രം പോരാ, ഇതിൻ്റെ ബിറ്റ് എങ്ങനെ ഇടുകയെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. ആ ബിറ്റ് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാവും, അതുപോലെ ആ ഷേപ്പിലേക്ക് ഇട്ടിട്ട് ആ കാണുന്ന സൈഡിലത്തെ ലോക്ക് വലിക്കുക, ഇതുപോലെ തിരിച്ച് വെച്ചാൽ ആ ബിറ്റ് കറക്റ്റ് സെറ്റായി. അങ്ങനെ പല ആൾക്കാർക്ക് ആ ബിറ്റ് എങ്ങനെ ഇടേണ്ടി എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അതിനോണ്ടാണ് അത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നേരെ കറണ്ട് ഓണാക്കുക, പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ കണ്ട പാത്തിൽ നിന്ന് മുകളിൽ നിന്ന് വരുന്ന പൈപ്പിലത്തെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഇതാ ഇതിലേക്ക് കൊടുത്തതാണ്. ഇപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞ സൈറ്റാട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ വർക്ക് എന്താ വെച്ചാൽ ഈ കുഴിയും കിണറും തമ്മിൽ ഒരു 2.5 മീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഓവർഫ്ലോ, അതായത് കിണറിൽ നിന്ന് ഓവർ വരുന്ന വെള്ളം നമുക്ക് ഈ കുഴിയിലേക്ക് ആക്കണം. അതൊരു 4 ഇഞ്ചിൻ്റെ പൈപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് അവിടെ കയറണം. പിന്നെ മാത്രമല്ല അതിൻ്റെ പൗതിക്കെന്ന് അങ്ങോട്ട് പാറയാണ്.
പിന്നെ ഈ കിണറിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന അളമാറ മാത്രമാണ് കെട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് നല്ല പാറ ആയതുകൊണ്ട് ആ പാറയിലേക്ക് ചേർത്താണ് ഈ അളമാറ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് അതിൻ്റെ ബാക്കിൽ ഫുള്ളായിട്ട് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് കിണറ്റിലേക്ക് ഒരു ഓട്ടം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമുക്കിങ്ങനത്തെ മയക്കുയി ഓവർഫ്ലോ, അതായത് മയക്കുയി പല രീതിയിൽ കൊടുക്കട്ടോ, നമുക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ കണ്ട കിണറിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഹോൾസ് കൊടുത്ത്, അതായത് ആ ബീമിൻ്റെ അടിയിലേക്ക്, ഏകദേശം ബീമിൻ്റെ അടിയിലേക്കാണ് ഇപ്പോൾ ആ ഹോൾസ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കിണറ്റിലേക്ക് കുറച്ച് മണ്ണ് വീണ് വെച്ചിട്ട് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അതൊക്കെ ഒന്ന് ഫിൽട്ടറായി പോയിക്കോളും. പിന്നെ പല വീടുകളിലും ഇതുപോലെ മയക്കുയി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പാറയിലെ കാണുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ മയക്കുയി തന്നെ ഒരു ഓട് അതുപോലെ ബേബി ചീലിലേക്ക് ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ മയക്കുയിലെ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ഡയറക്റ്റ് കിണറ്റിലേക്ക് ഇറക്കാൻ പറ്റും. പിന്നെ വെള്ളത്തിന് ക്ഷാമമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അത് ഡയറക്റ്റ് നമുക്ക് സ്ഥലത്തിനനുസരിച്ച് ഔട്ടിലേക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ ഇപ്പോൾ ഈ സൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഫിൽട്ടർ ചെയ്തുകൊണ്ട് കിണറിലേക്ക് ഇറക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ കിണറിൽ നിന്ന് ഓറ് വരുന്ന വെള്ളം നമ്മൾ ആ കുയിലേക്ക് ഒഴിവാക്കുകയാണ്. കുയ്യത്തെ വെള്ളം നേരെ പറമ്പിലേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കുയിലുള്ള വെള്ളം ഒരിക്കലും ഇതിലേക്ക് വരാൻ പാടില്ല, അതായത് കിണറിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഐഡിയയിൽ ഞങ്ങൾ കിണറ്റിൽ നിന്ന് കുയിലേക്കാണ് സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10 അടിൻ്റെ ഒരു പൈപ്പ് വാങ്ങിയിട്ടുണ്ട്. 540 ഉറുപ്പ്യ ആയിട്ടുണ്ട് 10 അടിൻ്റെ പൈപ്പിന്. 4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇപ്പോൾ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഹോൾസൊക്കെ ഫുൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിറ്റിങ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ കേട്ടോ. വണ്ടിയിലെ അവിടെയും പാറ കറക്റ്റ് തുറന്ന് അതേപോലെ നമ്മൾ കുയിലേക്കും കറക്റ്റ് ഹോൾസ് ആക്കിയിട്ടുണ്ട്. അത് കുറച്ച് ഓവർ പൊട്ടി പോയിച്ചിട്ട് പ്രശ്നമുള്ള കാര്യമില്ല. അത് നമുക്ക് സിമെൻ്റൊക്കെ ഇട്ടിട്ട് അടയ്ക്കാൻ പറ്റും. നമുക്കിവിടെ സ്ലേവൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി എന്താ വേണ്ടി വെച്ചാൽ നമ്മൾ ഈ പൈപ്പ് വെക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് പൈപ്പിൻ്റെ തല ഈ കുയിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ നമ്മൾ കിണർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് റൗണ്ട് കിണറായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കിണറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പിൻ്റെ തല കാണണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറുങ്ങനെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട്. അതായത് കിണർ വളഞ്ഞല്ല വരുന്നത്. അപ്പോൾ ആ വളവിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ആ പൈപ്പ് ഷെയ്പ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ അവിടെ പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കിണറിൻ്റെ ഉള്ളിൽ പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പാടെ ഫിനിഷ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പൈപ്പ് വെക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരു സ്പിറ്റ് ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലെങ്ത്ത് പൈപ്പ് വരെ സ്പിറ്റ് ലെവലിൽ സിമ്പിളാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ എത്ര ഏരിയക്കും ചാല് കയറി കഴിഞ്ഞാൽ നമുക്കൊരു സ്പിറ്റ് ലെവൽ ഉണ്ടെന്നുള്ള സ്ലോപ്പാക്കി കൊണ്ടുപോകാൻ പറ്റും. കാരണം ഓവർഫ്ലോയിൽ വെള്ളം മാത്രമേ പോവുള്ളൂ, അതിനോണ്ട് പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ കണ്ടോ, വാട്ടർ ലെവൽ കറക്റ്റ് ലെവലിലാണ് നിൽക്കുന്നത് കേട്ടോ. അല്ല, സ്പിറ്റ് ലെവൽ കറക്റ്റ് ലെവൽ മേലാണ് നിൽക്കുന്നത്, നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു കല്ല് വെച്ചാൽ ഉണ്ടില്ലേ, ആ കല്ല് വെച്ച് നമുക്ക് നോക്കിയപ്പം ആ സ്പിറ്റ് ലെവൽ കറക്റ്റ് ലെവലാണ്. ആ കല്ല് എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം സ്ലോപ്പ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം മയക്കുയിന്ന് ഒരിക്കലും വെള്ളം കിണറിലേക്ക് പോകരുതെന്നാണ് ക്ലയൻറ്റിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ ആ ഒരു ഐഡിയ തന്നെയാണ് ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ ഏകദേശം നമുക്ക് 2 സൈഡിൽ അതിൻ്റെ കിണറിൻ്റെ ജോയിൻറ്റിലും അതുപോലെ കുയിൻ്റെ ജോയിൻറ്റിലും കുറച്ച് സിമെൻറ്റ് ഇടണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു 3 ചട്ടി സിമെൻറ്റ് ഇവിടെ കൂട്ടിയിട്ടുണ്ട്, കുമ്മായം കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുയിൻ്റെ ഏരിയ വരുന്നിടത്ത് നമ്മൾ പൊട്ടിച്ച പാറൻ്റെ കുറച്ച് പീസൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് അത് കുമ്മായം കൊണ്ട് അടയ്ക്കുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതിൻ്റെ ഒരു ലാഭം എന്താ വെച്ചാൽ നമുക്ക് ഈ പൈപ്പ് എപ്പോഴും ഊരാൻ പറ്റും, എപ്പോഴും പൈപ്പ് ഊരിടിക്കും ചെയ്യുക. അതുപോലെ പിന്നെയും തുറക്കാം. നമ്മൾ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കണ്ട ഏകദേശം മണ്ണൊക്കെ ഫുള്ളായിട്ട് അതിലേക്ക് വാരിയിടുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമുക്ക് പിന്നീട് ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇത് എപ്പോഴും ഇവിടുന്ന് എടുക്കാൻ പറ്റും. ആ ഒരു സെറ്റപ്പിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളെ കിണറിൻ്റെ മൂലയിലും ഇതുപോലെ എന്ത് ചെയ്ത് നല്ല കറക്റ്റ് അടച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കിണറിൻ്റെ ഉള്ളിലെ പൈപ്പ് വന്നിക്കണ കണ്ടില്ലേ. ഇനി എന്താ വേണ്ടി അറിയാം, ഈ കിണറിൻ്റെ ഉൾഭാഗം അടയ്ക്കണം. അപ്പോൾ ഈ കിണറിൻ്റെ ഉൾഭാഗം അടയ്ക്കുമ്പോൾ ഒരു ടെക്നിക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മളൊരു വടിൻ്റെ സെൻറ്ററിൽ കയറ് കെട്ടിക്കാണ്ട് ഇതുപോലെ നെറ്റൊക്കെ ഉണ്ട്, നെറ്റിന് കെട്ടുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പല ടെക്നിക്ക് ഉപയോഗിക്കുക. ഈ സൈറ്റിൽ നെറ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നെറ്റിനാണ് കെട്ടിയിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്മേൽ ഇരുന്ന് കാണ്ട് നമുക്ക് ഇതുപോലെ സിമ്പിളാക്കിയിട്ട് അടയ്ക്കാൻ പറ്റും. അപ്പം ചില വീടുകളിൽ മയക്കുയിൽ ഇതുപോലെ നമ്മൾ ഓടി ഇതൊക്കെ കൊടുത്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് മയക്കുയിൽ നിന്ന് ഡയറക്റ്റ് കിണറിലേക്ക് ഇറക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ്റെ ഒരുപാട് വീഡിയോകൾ ഇതിൻ്റെ ബാക്കിൽ നമ്മളെ ചാനലിലൂടെ കാണിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടോ, അപ്പോൾ അവിടെ ഇരുന്ന് കണ്ട് തന്നെ ആ കയറുമേൽ ഇരുന്ന് കണ്ട വടി കാരണം കണ്ടോ അവിടെ കറക്റ്റ് ഇരുന്ന് കണ്ട് നമുക്ക് സിമ്പിളാക്കി അടയ്ക്കാൻ പറ്റും.
അപ്പോൾ ഇവിടെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇനി മുറ്റത്ത് ഇതുപോലെ വെള്ളം വരും കേട്ടോ. അപ്പോൾ അത് വരുന്നതിൻ്റെ മുമ്പായിട്ട് മുൻകരുതലായിട്ട് തന്നെ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മളിതാ വർക്ക് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. കണ്ടോ, അത് ഫുൾ ഫിനിഷാക്കി. കണ്ടാൽ പെട്ടെന്ന് ഒരാൾക്ക് കണ്ടാൽ അറിയാൻ കഴിയില്ല. പിന്നെ ഈ സൈറ്റിൽ മയക്കുഴി ഉണ്ടാക്കിയതും അതിൻ്റെ സ്ലേവ് ഇട്ടതൊക്കെ ഓവർഫ്ലോ കൊടുത്തതൊക്കെ ഞങ്ങളുടെ പഴയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.